കിഷൻകുട്ടി, സബിയാത്തേക്ക് സന്തോഷായി മോനെ. ഇജ്ജ് വന്നല്ല മോളെ. കിഷൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചി കൊടുത്താ. കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചില്ലാത്ത എന്താ മോളെ? കിഷൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല സബിയാത്ത. ചിലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ വിഷമം. എങ്ങനെ 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 വിഷമം കൊണ്ട് ഞാൻ ഉടനെ പോകുന്നതിന്റെ. കിഷൻകുട്ടി, മൊത്തത്തിലുള്ളാണ്ട് ഈ പോക്ക് തീരെ ശരിയല്ലേട്ടാ. ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ. നിക്കാ കഴിഞ്ഞോ കൊടുക്കാനോ പുതയ്ക്കാനോ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ടാ? ചെല്ലു മോളെ, ഇജ്ജ് പോയെന്ന് കുളിച്ചാളാ. എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരെ. ചെല്ലേന്ന്. എനിക്ക് ഉടനെ പോണം സഫിയാത്ത. മിണ്ടി പോരുത് വരാലേ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണ്ട് എന്റെ വിചാരം? ഓക്കും ഉണ്ടാവില്ലേ മോനെ കെട്ടിയന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാസ. മാറി കൊടുക്കാൻ നല്ലൊരു അടിപ്പാവടയും കൂടി ഇല്ല പാവത്തിന്. ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി 5-6 സാരിയും കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കി. എങ്കിൽ ഞാൻ ഉടനെ പോയി വാങ്ങിച്ചോണ്ടിരാൻ സഫിയാത്ത. നിക്കടോ അവിടെ, ഇരിക്കടോ. ആ കസരമായിട്ടിരിക്കാൻ. ഓളിപ്പൊ കുളിച്ചിട്ട് വരും. രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ. അദ്രിമാൻകുട്ടി എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ. ബസീറിന്റെ ബാപ്പ മൂപ്പരെ വരച്ച വരെ നിർത്തിയോളാ ഈ സഫിയാത്ത. അസനോട് ചോദിച്ചാ മതി. അന്റെ വേഷം കിട്ടുന്ന ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ. ആ എന്താ വേണ്ട സാർ? എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്? അതെന്റെ ഭാര്യയൊന്നുമല്ല, വേറെ ആരുടെ ഭാര്യ. സോറി സാർ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെടുത്തോളൂ. ഇതാര്? രമേശൻ സാറോ? സാർ ഇവിടുന്നാണോ ഡ്രസ് എടുക്കാറ്? അല്ല, ഞാനിവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയത്. വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ? അല്ല, വെറുതെ അല്ല. ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം, പട്ട് സാരി. ടീച്ചർ എന്താ ഇവിടെ? ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി. പട്ടുസാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറേയും കൂട്ടാമായിരുന്നില്ലേ? അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് ഇഷ്ടാ. ഇതെങ്ങനെയാണ് ടീച്ചറെ? അതിനിത് പട്ടല്ലല്ലോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ? സോറി. ഈ ചുരിദാറൊക്കെ എവിടെ? ദാ അവിടെ ആ റെഡിമെയ്ഡ് സെക്ഷനിലെ. എക്സ്ക്യൂസ് മീ. ഞാൻ തനിച്ചേ ഉള്ളൂ, എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ. ടീച്ചർക്ക് കുടിക്കാൻ കാപ്പിയോ ചായോ? ഇതതിന് ഹോട്ടലല്ലല്ലോ. ഓ, പറഞ്ഞ പോലെ ഹോട്ടലല്ലല്ലോ അല്ലേ. എങ്കിൽ നമുക്കിറങ്ങാം. അപ്പൊ സാരി? ഓ, തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു. എനിക്ക് ടീച്ചർ ഇറങ്ങിക്കോളൂ. എന്താ ഒരു പരിഭ്രമം പോലെ? എന്ത് പരിഭ്രമം? ഒരു പരിഭ്രമവും ഇല്ല. എന്തിനാ പരിഭ്രമിക്കുന്നത്? ശരി, ഞാൻ നടക്കട്ടെ. ഓ, ദാ ബില്ല്. 4200 രൂപയോ? സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില? നിങ്ങൾ സിനിമയ്ക്കൊന്നും പോയില്ലേ മക്കളെ? 5 വർഷത്തേക്കുള്ള തുണി വാങ്ങിയിട്ടുണ്ട് സഫിയാത്ത. അരി എത്ര മാപ്പിളയും ചോദിക്കുമ്പോ പയറഞ്ഞാഴി എന്നാണോട് പറയാ? സിനിമേന്റെ കാര്യം എന്നോട് ചോദിച്ചത്. സിനിമ കാണാൻ എന്റെ ബസ് വിട്ടു പോകും. എവിടത്തേക്കുള്ള ബസ്? അല്ല, എന്നിട്ട് കട പൂട്ടണേ. ഇന്ന് ആ കട തുറന്ന് അങ്ങനെ കിടക്കുള്ളൂ. കിഷൻകുട്ടി, മനുഷ്യനായ കുറച്ച് മനസാക്ഷി വേണം. ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടും പോകൂല. അയ്യോ സഫിയാത്ത, എനിക്ക് പോയേ പറ്റൂ. എവിടെയാണ് എനിക്ക് പോകേണ്ടത്? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ ഇജ്ജ് വേറെ എവിടേക്കാ പോണെന്ന്? 2 കോയിനെ അർത്ഥക്കണത്. നെയ്ച്ചോറുണ്ട്, അരിപ്പത്തിരി ഉണ്ട്. വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി. സഫിയാത്ത, അത് ഏത്? എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല. വീട്ടിൽ പോയി അത് എടുത്തോണ്ട് വന്നിട്ട് നാളെ ഇവിടെ കൂടാ. എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ട കേട്ടാ, ഇന്ന് കൂടിയാ മതി. കിഷൻകുട്ടി, എന്റെ ബസീറിന്റെ ലുങ്കിയും കുപ്പായ എമ്പാടുണ്ട് ഇവിടെ. ഏതാ വേണ്ടച്ച എടുത്തു കൊടുത്തോളി. ഇങ്ങോട്ട് വന്നാട്ട്. ദാ ഇതുണ്ട, എന്റെ മോൻ ബസീറിന്റെ മുറിയാ. വേറൊരാളെ ഞമ്മളിതിനകത്ത് കേട്ടിട്ടില്ല. അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത്. മനസ്സിലായ പോത്തെ എനക്ക്. വെക്കം കൈ കയ്യേട്ട് വാ, ഞമ്മള് നെയ്ച്ചോറ് വിളമ്പിയേക്കാം.